മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും രൂക്ഷമായി വിമർശിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം. മോഹൻലാലിനോടുള്ള ബഹുമാനം എന്തും പറയാനുള്ള ലൈസൻസായി കാണരുതെന്നും നല്ല പുരോഹിതന് തെമ്മാടിയാവുവാൻ പറ്റും, എന്നാൽ നല്ല തെമ്മാടിക്ക് പുരോഹിതനാവുവാൻ പറ്റില്ലെന്ന് മാത്രമാണ് തനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളതെന്നും ചിന്ത പറയുകയുണ്ടായി. ആർഎസ്എസും ബിജെപിയും കേന്ദ്രം ഭരിക്കുമ്പോൾ ഇക്കിളി പൂണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ ഇവിടെയുണ്ട്. ആദ്യം ഇക്കിളി പൂണ്ടത് ഷിറ്റ് ഗോപിക്ക. നമ്മുടെ നടൻ സുരേഷ് ഗോപി ആർഎസ്എസിന്റെ വക്താവായി അങ്ങ് മാറിയതാ. ആർഎസ്എസിന്റെ വക്താവായി കേരളത്തിനകത്ത് കുറെ പ്രസംഗമൊക്കെ നടത്തി ഇരിക്കുന്നിരിപ്പി ഓടി എൻഎസ്എസിന്റെ ആസ്ഥാനത്തോട്ടി എന്ന് കയറുന്നു. അപ്പൊ അവിടെ ബഡ്ജറ്റ് സമ്മേളനം നടക്കുക. സുകുമാരൻ നായർ പറഞ്ഞു ഇപ്പൊ കയറാൻ പറ്റത്തില്ല, ഇവിടെ ബഡ്ജറ്റ് നടക്കുകയാണ്, വേണമെങ്കിൽ മന്ന സ്മാരകത്തിൽ പോയിട്ട് പോവാം. സുരേഷ് ഗോപി കേട്ടില്ല, ഓടിച്ചെന്നു. സുകുമാരൻ നായർ ജവിക്ക് പിടിച്ച് പുറത്താക്കി. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി പത്രക്കാരോട് 3 വെളിപ്പെടുത്തലാണ് നടത്തിയത്. 1, ഞാനൊരു ഹിന്ദുവാണ്. 2, ഞാൻ വെറും ഹിന്ദുവല്ല, ഞാനൊരു നായരാ. 3ാമത്തത് കേട്ടപ്പോ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാഷയിൽ പറഞ്ഞ പെറ്റ തള്ള സഹിക്കൂല. 3ാമതായി സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ വെറും നായരല്ല, ചെവി പൂടെയുള്ള നായരാണ്. അതെന്തോന്നാ ഈ ചെവി പൂടെയുള്ള നായര്? പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത ചെറുമിയുടെയും കർഷകന്റെയും നാട്ടിൽ, അമ്പലത്തിനകത്ത് കയറാൻ കഴിയാത്ത താഴ്മജാതിക്കാരന്റെ നാട്ടിൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ കേരളമാക്കി മാറ്റിയ നവോത്ഥാന പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നു പോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന് മുമ്പിൽ കൊഞ്ഞണം കുത്തിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടൻ ആർഎസ്എസിന്റെ ചാതുർവർണ്ണ സവർണ ഹിന്ദു രാഷ്ട്രീയത്തോട് പോകുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ സുരേഷ് ഗോപിയോട് പറയുന്നത് ഒരു വാചകം മാത്രമാണ്. പണ്ട് നിങ്ങൾ സിനിമയ്ക്കകത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ കൈയടിച്ചൊരു ഡയലോഗ് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പറയുകയാ. എ സെയിന്റ് ക്യാൻ ബി എ റാസ്കൽ, ബട്ട് എ റാസ്കൽ ക്യാൻ നെവർ ബി എ സെയിന്റ്. മിസ്റ്റർ സുരേഷ് ഗോപി, ഒരു സന്യാസിക്ക് തെമ്മാടിയാവാൻ പറ്റും, പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാവാൻ പറ്റില്ല. അതേ സുരേഷ് ഗോപിയോട് പറയാനുള്ളൂ. ഇനി സുരേഷ് ഗോപിയുടെ പാതയിൽ അടുത്ത ആള് പോയിട്ടുണ്ട്. നമ്മളേറെ ബഹുമാനിക്കുന്ന, വ്യക്തിപരമായി ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ. മോഹൻലാലിന് ഇപ്പൊ ബ്ലോഗ് എഴുത്തിന്റെ കാലഘട്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ മാത്രമേ മോഹൻലാലിന്റെ പേന തെളിയൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ലേഖനം എഴുതുവാനും ബ്ലോഗ് എഴുതുവാനും ലാലേട്ടന് ഇപ്പൊ ചെറിയ ആഗ്രഹം കൂടുതലാണ്. നല്ലോണം കലക്കി ഒരു കപ്പ് ദേശസ്നേഹം കൂടി എടുക്കട്ടെ ലാലേട്ട എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഇപ്പൊ ചെറുപ്പക്കാരെത്തി നിൽക്കുകയാണ്. പട്ടാളത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് ജെഎൻയുവിൽ നടക്കുന്ന ഐതിഹാസിക സമരത്തെ കാണുവാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് കഴിയാതെ വരുമ്പോൾ ഇന്ത്യ, ലോകത്തിന് മുമ്പിൽ കേരളം സമ്മാനിച്ച അതുല്യ പ്രതിഭയായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. പക്ഷേ ആ ബഹുമാനം എന്നും ഒരു ലൈസൻസ് ആയിക്കൊണ്ട് നടക്കുവാൻ മോഹൻലാൽ വിചാരിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതോടൊപ്പം തന്നെ ആർഎസ്എസിന്റെ കൂടെ പോയ 3ാമത്തെ ആൾ ഇക്കിളിപൂണ്ട് മോനെയും വിളിച്ചുകൊണ്ട് മോഡിജിയെ കാണാൻ പോയ ആളാണ് നടേശഗുരു. കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ചിന്ത ഇക്കാര്യങ്ങൾ തുറന്നടിച്ചു പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.